ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഒരു പ്രഭാവം കൂടെ ദൈവം നമുക്ക് നൽകുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ഒരു പക്ഷേ സാധിച്ചെന്ന് വരത്തില്ല. നാം ദൈവത്തോട് പല കാര്യങ്ങൾ ദൈവത്തോട് ചോദിക്കാറുണ്ട്. ചോദിക്കുമ്പോൾ തന്നെ നാം പല കാര്യങ്ങൾ ആഗ്രഹിക്കുകയും നനയ്ക്കുകയും കണക്ക് കൂട്ടുകയും ചെയ്യാറുണ്ട്. എന്നാൽ അപ്പോസ്തലൻ പറയുന്ന ഒരു വാക്ക് ഏറെ ചിന്തനീയമാണ്. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുവേശുവിലും എന്നേക്കും തലമുറ തലമുറയായും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. ഇവിടെ അപ്പോസ്തലൻ പറഞ്ഞത് നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ കഴിയുന്ന ആളാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. ഒരുപക്ഷെ നാം ആഗ്രഹിക്കുന്നത് നമ്മുടെ ബുദ്ധിക്ക്, നമ്മുടെ സാഹചര്യങ്ങൾക്ക്, നമ്മുടെ വിദ്യാഭ്യാസത്തിന്, നമ്മുടെ ചുറ്റുപാടുകൾക്കനുസൃതമായിട്ടുള്ള ചിന്തകളാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുള്ളത്. എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് അതിനപ്പുറത്താണ്. അതാണ് പൗലോസ് പറയുന്നത്, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. വളരെ മനസ്സിലാക്കേണ്ട ഒരു വേദഭാഗം കൂടിയാണിത്. ഇവിടെ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു, നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി. ഒരു ദൈവശക്തി നമ്മിൽ വ്യാപരിക്കുന്നു. നമുക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയുന്ന ഒരു യേശു ക്രിസ്തു, നാം ആരാധിക്കുന്ന സഭ, ഈ അനുഗ്രഹങ്ങൾ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് ചില ദിവസങ്ങളോ മണിക്കൂറുകളോ കൊണ്ട് അവസാനിക്കുകയല്ല. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, എന്നേക്കും തലമുറ തലമുറയായി ആ ദൈവമഹത്വം വെളിപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്, ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നത് നാം ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായിട്ടാണ് ദൈവം ചെയ്യുന്നത്. ദൈവത്തിൻ്റെ പ്രവൃത്തി എപ്പോഴും നമുക്കതിനെ നിർവചിക്കുവാൻ, അതിന് അതിരുകൾ, വരമ്പുകൾ ഇടുവാൻ നമുക്ക് സാധ്യമല്ല. അതിവിശാലമാണ്, അത് വളരെ ഉയരവും ആഴവുമുള്ളതാണ് എന്ന് കാണുവാൻ കഴിയും. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നത് ചെറിയ ഒരു രീതിയിലോ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടുക എന്നുള്ളതല്ല. ദൈവം ചെയ്യുമ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠവും മാന്യവുമാണ്. അത് ഏറ്റവും ഉന്നതമായ അനുഭവങ്ങളിലൂടെ അത് നമുക്ക് മനസ്സിലാക്കുവാൻ, അനുഭവിക്കുവാൻ കഴിയുന്നു. ആകയാൽ ദൈവത്തിൻ്റെ ജനമേ, ഈ പകലിൽ നമ്മുടെ യാത്ര തുടരുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതിലും നമ്മൾ ആവശ്യപ്പെട്ടതിലും എത്രയോ ശ്രേഷ്ഠമായിട്ടാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവത്തോട് നന്ദിയുള്ളവരായി ജീവിപ്പാൻ
ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ദൈവത്തിനായി ഒരുക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.